പിന്നെയും വന്നിരിക്കണു മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ. നമ്മൾ ഇന്നത്തെ വേറെ ഒന്നുമല്ല, നമുക്ക് വീടുണ്ടാക്കണം. ഞാൻ വീടിൻ്റെ ഒക്കെ ഒരു ട്യൂട്ടോറിയലൊക്കെ അതിൻ്റെ പേരെന്തായിരുന്നു, സാധനം കണ്ടിട്ട് വന്നേക്ക് വീട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട്. ഇതെല്ലാം നമുക്ക് നേരെ വീടുണ്ടാക്കുന്ന പണിയിലേക്ക് കിടക്കാം. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം വീടുണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ. എന്തെങ്കിലും പോയി അതൊക്കെ എടുക്കട്ടെ. ഇതാ രാത്രിയും വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ പോയിട്ട് അതൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് കാണാവേ. ഇത് നമ്മളിതാ ഈ ഒരു മരത്ത് ഈ ചെറിയ ബ്ലോസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ വരുന്ന കഴിക്കാൻ നമ്മളിതാ ഒരു അയൺ കണ്ട കുറച്ച് നമുക്ക് അയണിൻ്റെ കുറച്ച് ആവശ്യമുണ്ട്. അയൺ ആർമർ വേണം. ഗോട്ടല്ലേ ഇത്? ഗോട്ട് നല്ല അറിയാം, മറ്റേ കോട്ടോണ് വരുന്ന സാധനമല്ലേ. നമുക്കിത് അവിടെ ഇട്ട് കുറച്ച് അയൺ നമുക്ക് നമുക്ക് ഈ അയൺ കുറച്ച് എടുത്തുകൊണ്ട് പോവാം. ആവശ്യമുണ്ട്. എത്ര കിട്ടി? 3. അപ്പം നമ്മൾ 4 കൂടി കൂട്ടി കയറാൻ കിട്ടും. നമുക്ക് ഞാൻ ഇപ്പോൾ ഓണാക്കാൻ കാരണം ഈ സ്ഥലം കാണിക്കാനാണിത്. നല്ല വൈബാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറിയ. ഷേട്ടറും കൂടി ഇട്ടാൽ പിന്നെ പറയണ്ട, അടാറും വൈബായിരിക്കും. നമുക്ക് എന്തായാലും ഇതിൻ്റെ മണ്ടക്കോട്ട് കയറി പോവാം. എന്നിട്ട് ഞാനിതാ ഇവിടെ സ്ഥലം കാണിച്ചില്ല. നമ്മൾ അങ്ങോട്ടാണ് സ്ഥലം. ഇതാ ജെറി ബ്ലോസ് ഇത്രയും അത്ര അധികം വലിപ്പമൊന്നും ഉണ്ടാവില്ല ജെറി ബ്ലോസിന്, പക്ഷേ ഈ ഒരു ബയോമിന് നല്ല വലിപ്പമുണ്ട്. എന്താണ്ടോ അത്യാവശ്യം അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇത് എന്തായാലും നമുക്കിതാ ഇനി ഈ മരമൊക്കെ കുറേ വെട്ടണം. ഈ ജെറി ബ്ലോസിന് മരവും വേണം, നോർമൽ വുഡും വേണം. ഒരു മിഡീവൽ ടൈപ്പ് വീടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ പോയിട്ട് ഈ മരമൊക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടെ. നമുക്ക് പിന്നെ കുറച്ച് ഇതും വേണം, മറ്റേ ഇതിൻ്റെ ലീവ്സ് വെട്ടിയെടുക്കാൻ മറ്റേ അതിന് കത്രിക പോലത്തെ ഒരു സാധനം ഇല്ലേ, ആ സാധനം വേണം. ഇതൊക്കെ വെട്ടിയെടുത്തിട്ട് നമുക്ക് വീടിൻ്റെ സൈഡിൽ ഡിസൈനായിട്ട് വെക്കണം. എന്തായാലും ഞാൻ പോയിട്ട് ഇതൊക്കെ ഇനി ഫുള്ളായിട്ട് വെട്ടിയെടുത്തിട്ട് നമുക്ക് കാണാം. അങ്ങനെ 2 മിനിറ്റുകൾക്ക് ശേഷം നമ്മളതാ 2 സ്റ്റാക്കും ഒരു വുഡും നമ്മൾ അങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ ഈ സ്റ്റോൺ ഇങ്ങനെ എടുത്തിട്ട് ഒരു രീതിയിലാക്കൂലേ അതിൻ്റെ, അങ്ങനെ ഇപ്പോൾ അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഞാനായ സമയം കൊണ്ട് ഇത് പൊട്ടറ്റോ കുറച്ച് കുക്ക് ചെയ്യാൻ വെച്ചായിരുന്നു. ഫുഡ് കുറവാണ്. പിന്നെ ഞാൻ ഇങ്ങനെ മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊരു സൗണ്ട് കേട്ടു. ഞാൻ ഒന്ന് പേടിച്ച്, പിന്നെ അത് വലിയ മൈൻഡ് എടുത്തില്ല. എന്തായാലും നമുക്കിത് നമ്മൾ 2 സ്റ്റാക്കൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ ധാരാളം എന്നാണ് തോന്നുന്നു. അതിനിടയ്ക്ക് ഞാൻ അയൺ ആക്സും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും പോയിട്ട് നമുക്കിനി കുറച്ച് അതിൻ്റെ ലീവ്സും വേണം, കുറച്ച് ഇങ്ങനത്തെ വുഡും വേണം. നമുക്ക് ഇച്ചിരി ആവശ്യമുണ്ട്. ഫുള്ള് ചെറിയ ബ്ലോസ് ഭയങ്കരമായിട്ട് എന്തോ പോലെ ഇപ്പോൾ ഫുള്ള് റോസ് രസം ഉണ്ടാവില്ല. നമുക്കതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ വുഡ് കൂടി ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടിയും എനിക്ക് മറ്റേ വുഡ് വേണമെന്നുണ്ട്. എന്തൊരു മറ്റേ ഒരു ഡാർക്ക് വുഡില്ലേ, അതെന്ന് പറയുക, പേര് ഞാൻ മറന്നു. ഒരു സാധനം എനിക്ക് വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് കണ്ടുപിടിക്കാൻ എനിക്ക് മടിയാണ്. അത് ഞാൻ ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്നത് വിചാരിച്ചു. പിന്നെ അതും പോയിട്ട് അതിൻ്റെ കൂടെ തന്നെ എനിക്കിതൊക്കെ കുറേ ഇത് കിട്ടി, സാപ്ലിങ്. എന്തായാലും ഗയ്സ് നമുക്കിനി നമ്മൾ വീടിൻ്റെ പണി തുടങ്ങാനായിട്ടില്ല, ഇച്ചിരി പണിയുണ്ട്. ഇതായോ ക്രീപ്പർ സാക്സ് 2 കിലോമീറ്റർ കൊല്ലാം. ഒരാവശ്യമില്ലായിരുന്നു, ചോദിച്ചു പോയതാ. ഇവന്മാരെങ്കിലും കൊല്ലണം, ഒരടി പോലും കിട്ടാണ്ട്. ചാടി അടിക്കട്ടെ എന്നാൽ പെട്ടെന്ന് ഹെൽത്ത് കുറയുന്നതാണ്. ചാടാൻ പറ്റുന്നില്ല. ഇവിടെ ഞാൻ കുഴി വീണ്. ഇവനിപ്പം ഞാനങ്ങനെ കൊല്ലും. അവിടെ എനിക്ക് അടി കിട്ടുന്നില്ല ചാടിയിട്ട്. ഇത് ഞാൻ ചാടി അടിക്കും. ഞാൻ പറഞ്ഞ കണ്ട 2 അടിക്ക് കൊല്ലും. നമ്മൾ റെക്കോർഡാണോ ഞാൻ നോക്കട്ടെ. റെക്കോർഡാണ്. നമുക്കെന്തായാലും നമുക്കിനി നോർമൽ വുഡും വേണം 1 സ്റ്റാക്കെങ്കിലും. അത് നമ്മൾ ഒപ്പിച്ചിട്ട് നമുക്ക് കാണാം. ഞാൻ പെട്ടെന്നാണ് ഒരു കാര്യം ഓർത്തേ, നമ്മൾ ഈ കഷ്ടപ്പെടുന്ന ഈ മരം പെടുന്നേ ഇതല്ലേ ടൈഗർ ഫോറസ്റ്റ്. ഞാൻ ഈ ടൈഗർ ഫോറസ്റ്റ് കാര്യം മറന്നു കേട്ടോ. ഇത് മഞ്ഞ സ്ഥലത്ത് ഞാൻ
ഉള്ള കാര്യം ഓർമ്മയുണ്ടെന്ന്, പക്ഷേ ഞാൻ മഞ്ഞായിരുന്നു എന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാനിതാ ഈ ബൂട്ട് ഇട്ട് നമുക്ക് പോവാം, അല്ലെങ്കിൽ നമ്മൾ മഞ്ഞിൽ ആണ്ട് പോവും. ഈ ബൂട്ട് ഇട്ട് പോയാൽ പിന്നെ പേടിക്കണ്ട. ഇതാണ്ട് പോകാനല്ലോ, അല്ല ഇതും അല്ല, ഇതൊന്നും ആണ്ട് പോഞ്ഞ മഞ്ഞല്ല കേട്ടോ. ഇതാണ്ട് പോഞ്ഞ അതൊരു മറ്റേ ഗോട്ട് കുടുങ്ങി പോകാം, അവിടെ പോടാം. അതാ പൊട്ടിക്കുക, ചത്തടാ. എനിക്ക് രക്ഷിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റില്ല. നമുക്കിനി ഈ ടൈഗർ ഫോറസ്റ്റിൽ നിന്ന് കുറേ ഫുഡ് വേണം, ഒരു ചാക്കെങ്കിലും വേണം കേട്ടോ. അയ്യോ ഡെഡ് ഫോർ. നമുക്ക് എന്തായാലും ഞാൻ ടൈഗർ ഫോറസ്റ്റിൽ നിന്ന് ഫുഡ് മൈൻഡ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് കാണാം. നമ്മളിതാ ഇതും ടൈഗർ ഫോറസ്റ്റിൻ്റെ ഫുഡും ഒരു ചാകം പത്താൻ എടുത്ത്. എന്താ പിന്നെ ചെറിയ ബ്ലോസം ഉണ്ട്, നമുക്ക് ഇത് തന്നെ മതി. ഇനി നമുക്ക് വീടുണ്ടാക്കുന്ന പണിയിലേക്ക് കിടക്കാം. അപ്പോഴാണ് പെട്ടെന്നൊരു തലയിൽ ഒരു ഓർമ്മ വന്ന്, ഈ നിലത്ത് സ്റ്റോം വെക്കണമെന്ന് തന്നെ ഓർമ്മ വന്ന്. ഞാൻ പിന്നെ സ്റ്റോം വെക്കണം, ടൈഗർ ഫോറസ്റ്റിൻ്റെ ഫുഡ് തന്നെ വെക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും നമുക്ക് എവിടെയായിട്ട് ഇനി വീട് ഉണ്ടാക്കണം. എവിടെയില്ലായിട്ട് ഉണ്ടാക്കിയാലോ? അയ്യോ നമുക്കിത് ഈ ഒരു ഭാഗത്ത് വല്ല മലേൻ്റെ മുകളിലായിട്ടുണ്ടെങ്കിൽ അവിടെ വീടുണ്ടോ? അവിടെ വീടുണ്ട്. നമ്മളൊരു കുഞ്ഞ് മിഡീവൽ ഹൗസ് പോലത്തെ ഒരു വീടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ഒരു ഏരിയയിലായിട്ട് ഉണ്ടാക്കിയാലോ? ഇവിടെ നമുക്ക് അത്യാവശ്യം സ്ഥലവുമുണ്ട്. 6x6 ബ്ലോക്കിൻ്റെ ഇതുള്ളൂ. നമുക്കെന്തായാലും താഴെ കൊണ്ടുപോകണം, മുകളിലോട്ടുണ്ടാക്കണം. നമുക്ക് ഇച്ചിരി വലിപ്പം വേപ്പിച്ചാലോ ഈ സ്ഥലത്ത്? വലിപ്പം എനിക്ക് തോന്നുന്നില്ല. 6x എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കുഞ്ഞു വീടാണെങ്കിലും കാണുമ്പോൾ ഇച്ചിരി വലുതൊക്കെ പോലെ തോന്നും. അതൊക്കെ മതി. ഇതാ ഗൈസ്, അങ്ങനെ നമ്മൾ ഇത് ഇത്രയും വലിപ്പം ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇതൊന്ന് പൊട്ടിച്ചോളട്ടെ. ഇവിടെ നിന്ന് 6x6 ഇതെടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ വെക്കുക, എന്നിട്ട് 1 2 3 4 5 6. ഞാനെന്നാൽ ഇത് ഫുള്ള് 6x6 ബ്ലോക്ക് ആക്കട്ടെ. അങ്ങനെ നമ്മളിത് ഫുള്ളി 6x6 ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ചെറുതായിട്ട് സ്ഥലമില്ലായിരുന്നു, നമ്മളിത് സ്ഥലം ഇങ്ങനെ ബ്ലോക്ക് വെച്ച് മൂടിയിട്ടുണ്ട്. ഇത് 6x6. ഇത് കണ്ട വലിയ വീടായിട്ട് തോന്നുന്നില്ലെങ്കിൽ അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട്. പോളേ എന്തായാലും നമുക്കിത് ഇനി വുഡൊന്ന് നിരത്തി വെക്കട്ടെ. അത് പറഞ്ഞ് ഇവിടെ സ്റ്റോൺ വെച്ചാലാണ് കാണാൻ രസം, പക്ഷേ നമ്മൾ സ്റ്റോൺ വെക്കുന്നില്ല. നമുക്ക് സ്റ്റോണിൻ്റെ ആവശ്യമില്ല. ഞാനെന്നാൽ ഇതും കൂടി ഇങ്ങനെ വെച്ചോട്ടെ. അങ്ങനെ നമ്മളിതാ ഫുള്ളി 6x6 ബ്ലോക്കിൽ ഫുള്ള് നമ്മളിതാ ടൈഗർ ഫോറസ്റ്റിൻ്റെ വുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഏത് വുഡ് വെക്കും? നമുക്ക് ജെറി ബ്ലൂസ് വെച്ചാലോ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലാങ്ക്സ് തന്നെ വെക്കാം. എന്നിട്ട് മുകളോട്ട് നമുക്ക് ജെറി ബ്ലൂസ് വെക്കാം. അതായിരിക്കും രസം. ഇപ്പോൾ കിടന്നുറങ്ങട്ടെ, അല്ലെങ്കിൽ പച്ചത്തോളം വന്ന് പൊട്ടിത്തെറിച്ച് പണിയാക്കും നമ്മളെ. എന്നാലും ദിവസം നമുക്ക് നേരെ പോയി കിടന്നുറങ്ങട്ടെ. അയ്യോ എന്തായാലും ഇപ്പം വില്ലേജസിനൊന്നും കാണുന്നില്ല. ഞാനിപ്പോൾ ഫുള്ള് തിരക്കിലായതുകൊണ്ട് വില്ലേജസൊന്നും നടക്കായിരിക്കും, മറ്റേ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്കെന്തായാലും ദിവസം നമുക്കിതാ പോട്ടിന് ബാക്കി പരിപാടികളൊന്നും ചെയ്യാം. നമുക്ക് ഈ നടുക്കത്തെ കുറച്ച് ബ്ലോക്ക് പൊട്ടിക്കണം. നമുക്കെന്തായാലും ഷവലൊന്നും ഉണ്ടാക്കി വയ്ക്കാം. നോക്കിയാൽ നമുക്കെന്തെങ്കിലും ഇതും കൂടി പൊട്ടിച്ചിട്ട് നമുക്ക് കാണാം. നമുക്ക് പെട്ടെന്ന് നമ്മളൊരു ഐഡിയ വന്നാൽ ജെറി ബ്ലൂസ് വെച്ചാൽ കാണാൻ രസം ഉണ്ടാവുമോ എന്നൊരു എന്തുപോലെ നമുക്കിനി ഇത് തന്നെ വെക്കണോ? ടൈഗർ ഫോറസ്റ്റ് നമ്മൾ ജെറി ബ്ലൂസ് ഇത്ര എടുത്തും പോയി. അത് നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും നമുക്ക് ഈ 10 എണ്ണം നമുക്കൊന്ന് വുഡാക്കിയിട്ട് നമുക്ക് ഇവിടെ നിരത്തി വെക്കാം കേട്ടോ. അയ്യോ സ്പീഡ് ചെയ്യാൻ നോക്കിയത് നടന്നില്ല. ഞാൻ ഡ്രീം കളിക്കുന്നത്? അങ്ങനെയല്ല, നമ്മൾ വലിയ പ്രോ ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം പ്രോയൊക്കെ കാണാം. ഞാൻ മറ്റേ ലാഡറും MLG ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് പ്രോയാണ്. നമുക്കെന്തായാലും ഇതും കൂടി നമുക്കൊന്ന് വെച്ച് തീർക്കട്ടെ. ഞാൻ മാക്സിമം സമയം ലാഭിക്കാനാണ് നോക്കുന്നത്. ഇതാ ഇവിടെ ആയിട്ട് നമ്മളിനി ഇതൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഇനി നമ്മൾ ജെറി ബ്ലൂസിൻ്റെ ഇതെടുത്ത് നമുക്കിനി ജെറി ബ്ലൂസിൻ്റെ കല്ലുകളാണ് ഇനി നമുക്കിനി എന്തായിരുന്നു ചെയ്യേണ്ടത്? ഇതിന് ചുറ്റും എന്ത് വെക്കണം? ജെറി ബ്ലൂസിൻ്റെ ഇത് വെക്കണം. 4 ബ്ലോക്ക് ഹൈറ്റിലാണ്.
1 2 3 4 ബ്ലോക്ക് കഴിച്ചു. ഇനി എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്യണം. നമ്മൾ ഈ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെയല്ല വെക്കണ്ട. ഇവിടെ മറ്റേ സ്റ്റെയേഴ്സ് ഇങ്ങനെ വളച്ച് ഇവിടെ വരെ മുട്ടിക്കണം. എന്നിട്ട് ഇവിടെയും സ്റ്റെയേഴ്സ് ഇങ്ങനെ വളച്ചൊന്ന് മുട്ടിക്കണം. നമ്മളിപ്പോൾ ഇതൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ വെറുതെ വെച്ച് ഞങ്ങൾക്ക് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാര്യമൊക്കെ ഓർത്തത്. എന്ത് മാങ്ങാണ്ടി ഇതൊക്കെ ഇനി തിരിച്ച് പൊട്ടിച്ചെടുത്ത് വരുമ്പോൾ അടുത്ത സമയം. ഗീസ് നമ്മളിതാ ഇങ്ങനെയാണ് ഇടിക്കേണ്ടത്. എന്നിട്ട് ഇവിടെ നമ്മൾ ഫുള്ള് ഇങ്ങനത്തെ സ്റ്റേയേഴ്സ് ഇങ്ങനെ വളച്ച് ചുറ്റി വെക്കണം. എന്നാലും ഇച്ചിരി കൂടി ഏറെ സ്റ്റേയേഴ്സ് ഉണ്ടാക്കിക്കാം. ഞാൻ ഇച്ചിരി കൂടി ഏറെ സ്റ്റേയേഴ്സ് ഉണ്ടാക്കട്ടെ. ഒരു 10 12 13 വരും. ഈ 24 എണ്ണം ഉണ്ടാക്കിക്കാം. 27 നേരത്തെ മറ്റേതും കൂടി കൂട്ടിയിട്ട് അങ്ങനെയല്ല. ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇതിന് ചുറ്റിനും അങ്ങനല്ല. എനിക്ക് ഭയങ്കര ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കുന്ന കാര്യം എന്താണ്, ഈ മെഡീവൽ വീടൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. അങ്ങനെയല്ലാതെ എന്ത് അല്ല, ഞാൻ പോയിട്ട് ഇതൊന്ന് ഫുള്ള് വെക്കട്ടെ എന്നിട്ട് കാണാം. അങ്ങനെ ഗയ്സ് നമ്മൾ ഈ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ ഓരോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം പോകാണ്ട് ഇനി ഞാൻ വീട് പണിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം കാണിക്കാം. ഓക്കെ, ബൈ. ഹലോ ഗയ്സ്, അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം നമ്മളങ്ങനെ വീട് പണിഞ്ഞ് കഴിഞ്ഞു. ഇങ്ങനെയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ല രസമുണ്ടെന്ന് പറയണം. എന്തായാലും ഗയ്സ് അങ്ങനെയുണ്ട്. വീട് അടിപൊളിയല്ലേ? നമ്മളങ്ങനെയാണ്, നമ്മൾ വീടുണ്ടാക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ടാക്കും. അങ്ങനെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇവിടെ ആയിട്ടൊക്കെ നമുക്ക് ലൈറ്റ് വെക്കണമായിരുന്നു ഇതുപോലത്തെ, പക്ഷേ എൻ്റെ കയ്യിൽ അയൺ അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെച്ചില്ല. അങ്ങനെ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നാളത്തെ കണ്ടൻറ്റ് എന്താണ്? യെസ്, ആൻഡ് സെറ്റ്, അത്രേ ഉള്ളൂ. എന്നാലും നമ്മൾ ഇന്നത്തെ വീടെല്ലാം ആൾക്കാർ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്താണ് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലിൽ സബ്ബൊന്നും ഇപ്പോൾ വലുതായിട്ടൊന്നും ഇല്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് അധികം പവറൊക്കെ പണ്ടത്തെ പോലെ പവറൊക്കെ കിട്ടുള്ളൂ. എന്തായാലും എല്ലാവർക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്നാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. ഓക്കെ, ബൈ.